നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങിയപ്പോൾ തീപിടിച്ചത് ക്രൂഡ് ഓയിലിനും സ്വർണത്തിനുമായിരുന്നു. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞപ്പോൾ സ്വർണത്തിന്റെ വില കുത്തനെ കൂടി. പവന് 1,40,000 രൂപയോളമായി. ഇപ്പോൾ സ്വർണപ്രേമികളെ സന്തോഷിപ്പിച്ച് സ്വർണ്ണവില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിലവിൽ ഗ്രാമിന് 13,645 രൂപയാണ് വില. പവന് 1,09,160 രൂപയും. സ്വർണ്ണവില വൻ ഇടിവിലേക്ക് പോവുകയാണ് എന്ന സൂചനയാണ് ശക്തമാകുന്നത്. പവന് 1,00,000-ലും കുറയാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. രാജ്യാന്തര വില കഴിഞ്ഞ 6 മാസത്തിനിടെ ഏറ്റവും താഴ്ചയിലേക്കാണ് നിലവിൽ കൂപ്പുകുത്തിയത്. അതുകൊണ്ടാണ് ഈയിടെയുള്ള ഏറ്റക്കുറച്ചിലിൽ പവന് ഇത്രയും കുറഞ്ഞ വില വന്നത്. മുൻധാരണകൾ തെറ്റിച്ച് യുഎസും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധം രൂക്ഷമായതാണ് സ്വർണത്തിന്റെ വില ഇടിച്ചത്. ഹോർമുസ് കടലിടുക്കിൽ യുഎസ് അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടതിനെ തുടർന്നാണ് വീണ്ടും യുദ്ധം രൂക്ഷമായത്. ഇതിന് യുഎസ് തിരിച്ചടി നൽകിയതും ജോർദാന്റെ യുഎസ് സൈനിക താവളത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതും ക്രൂഡ് ഓയിൽ വില വർദ്ധിപ്പിച്ചു. ക്രൂഡ് ഓയിൽ വില വർധന വന്നപ്പോൾ യുഎസ് ഡോളറിനും മുന്നേറ്റം വന്നു. ഇതോടെയാണ് സ്വർണത്തിന്റെ വില കുറഞ്ഞത്. ദുബായിലും സ്വർണത്തിന് വില കുറഞ്ഞിട്ടുണ്ട്. യുഎസിൽ പണപ്പെരുപ്പം കൂടിയാൽ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കൂട്ടാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് പവന് 1,00,000-ലധികം താഴാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. എന്നാൽ യുദ്ധത്തിന്റെ ഗതി അനുസരിച്ച് സ്വർണ്ണവില കൂടാനും സാധ്യതയുണ്ട്. വിവാഹ സീസൺ ആയതിനാൽ കൂടുതൽ പേർ സ്വർണം വാങ്ങാനാണ് സാധ്യത. ഇതെല്ലാം വിപണിയിൽ പ്രതിഫലിക്കും. പശ്ചിമേഷ്യയിൽ സംഘർഷം നിലച്ചാൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ സ്വർണത്തിന്റെ വില എന്തായാലും കൂടും. നിലവിലെ വിലക്കുറവ് സ്വർണം വാങ്ങാനുള്ള ഒരു സാധ്യതയായാണ് മാറുന്നത്. വാങ്ങൽ കൂടിയാൽ സ്വർണ്ണവിലയും ഒപ്പം കൂടും. വില താഴേക്ക് പോയാൽ ഈ വർഷാവസാനത്തോടെ സ്വർണ്ണവില ഔൺസിന് $3,500 വരെ ഇടിയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. $3,500 സ്വർണ്ണവില എത്തുകയാണെങ്കിൽ നിലവിലെ രൂപ ഡോളർ വിനിമയ നിരക്കിൽ കണക്കാക്കിയാൽ പോലും 22 കാരറ്റിന്റെ വില 80,000 രൂപയിലേക്ക് എത്തിയേക്കും. എന്തായാലും സ്വർണ്ണപ്രേമികൾ വിപണിയിലെ ഈ മാറ്റത്തിന് കാതുകൂർപ്പിക്കുകയാണ്.